ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം തുടരുന്നു. ഡെറാഡൂണിൽ ദേശീയ ഫോറസ്റ്റ് അക്കാദമിയിൽ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പ്രചാരണം കൊഴുപ്പിക്കാൻ ഇന്ന് സംസ്ഥാനത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EVMകളിൽ രേഖപ്പെടുത്തുന്ന 100% വോട്ടുകളും സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ദ്വിദിന സന്ദർശനം തുടരുന്നു. ഇന്ന് ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രൊബേഷണേഴ്സിന്റെ കോൺവക്കേഷൻ ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ നിന്നുള്ള 99 പ്രൊബേഷണർമാരും ഭൂട്ടാനിൽ നിന്നുള്ള 2 ട്രെയിനി ഓഫീസർമാരുമാണ് ഇന്ന് ബിരുദം നേടുക. നിലവിലെ ബാച്ചിൽ നിന്ന് മധ്യപ്രദേശ് സംസ്ഥാനത്തിന് പരമാവധി 15 ഉദ്യോഗസ്ഥരുടെയും ഉത്തരാഖണ്ഡിന് 3 ഉദ്യോഗസ്ഥരുടെയും സേവനം ലഭിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വിധിയെഴുത്ത് വെള്ളിയാഴ്ച. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 89 മണ്ഡലങ്ങളാണ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കൊട്ടിക്കലാശം കൊഴുപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. കേരളം 20, കർണാടകയിൽ 14, രാജസ്ഥാനിൽ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ 8 വീതം, മധ്യപ്രദേശിൽ 7, അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 5 വീതം, മണിപ്പൂരിലും ത്രിപുരയിലും ഓരോ മണ്ഡലത്തിലും, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലുമാണ് രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിലെ ഒരു മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. രണ്ടാംഘട്ടത്തിൽ നിരവധി പ്രമുഖർ ജനവിധി തേടുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. 1210 സ്ഥാനാർത്ഥികളാണ് രണ്ടാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. താരപ്രചാരകരെ ഇറക്കി ആദ്യം മുതൽ തന്നെ സജീവമായിരുന്നു പ്രചാരണ രംഗം. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസിനായി സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ഡോട്ടാസര, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. UPയിൽ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഗൌതം ബുദ്ധ നഗറിൽ പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മീററ്റിലും അലിഗഡിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. BSP നേതാവ് മായാവതി മീററ്റിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. മുതിർന്ന BJP നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥും റോഡ് ഷോകളിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലും 1 മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തോടെ സമാപനമാകുന്നത്. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കി 3 മുന്നണികളും സജീവ പ്രചാരണത്തിലേക്ക് കടന്നിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളും വാശിയേറിയ പ്രചാരണത്തിനാണ് സാക്ഷിയായത്. ദേശീയ നേതാക്കളുടെ സാന്നിധ്യവും പ്രചാരണത്തിന് കൊഴുപ്പേക്കി. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കി പ്രചാരണം ശക്തമാക്കി 3 മുന്നണികളും. പരമാവധി വോട്ട് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് LDFും UDFും NDAയും. ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോകളിലൂടെയും വാഹന റാലികളിലൂടെയും നിരത്തുകൾ സജീവമാകും. പ്രധാന കവലകളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തകരും അണിനിരക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്ന കൊട്ടിക്കലാശത്തിനു ശേഷം പിന്നെ നിശബ്ദ പ്രചാരണമാണ്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമായിരിക്കും പിന്നീട് നടക്കുക. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഏറെ ദേശീയ ശ്രദ്ധ നേടിയതാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, അമിത്ഷാ, S ജയശങ്കർ തുടങ്ങിയ പ്രമുഖർ NDA പ്രചാരണത്തിനായി അണിനിരന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മറ്റ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ UDF പ്രചാരണത്തിന് നേതൃത്വം നൽകി. LDFിനു വേണ്ടി CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവർ പ്രചാരണത്തിനിറങ്ങി. കലാശക്കൊട്ടിൽ പങ്കെടുക്കാൻ ഇന്ന് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ആലപ്പുഴയിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലും എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വോട്ടവകാശം എന്ന ഉത്തരവാദിത്തം ഗൌരവത്തോടെ നിർവഹിക്കാൻ യുവതലമുറ മുന്നോട്ട് വരണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ലോകോത്തര നിലവാരം പുലർത്തുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെടുപ്പിൽ ഇവിഎം വോട്ടുകളും വിവിപാറ്റ് സ്ലിപ്പുകളും പൂർണ്ണമായും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഈ മാസം 18-ന് ഹർജിയിൽ 2 ദിവസത്തെ വാദം കോടതിയിൽ നടന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആശയം പരമോന്നത കോടതി കഴിഞ്ഞ ആഴ്ച ഹർജികളിൽ വാദം കേൾക്കവെ തള്ളിയിരുന്നു. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 26-നാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29-നാണ്. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. അടുത്ത മാസം 13-നാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഈ മാസം 25 വരെ നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നടക്കുന്ന 26ാമത് ലോക ഊർജ്ജ കോൺഗ്രസിൽ ഇന്ത്യ നൂതന സാങ്കേതിക വിദ്യകളും വൈദ്യുതി ഉൽപാദന രീതികളും പ്രദർശിപ്പിക്കുന്നു. ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളും വൈദ്യുതി ഉൽപാദന രീതികളും പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് കോൺഗ്രസിലെ ഇന്ത്യ പവലിയൻ ലക്ഷ്യമിടുന്നത്. നെതർലൻഡ്സ് ഉപപ്രധാനമന്ത്രി പവലിയൻ സന്ദർശിച്ചു. ഊർജ്ജ മന്ത്രാലയം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം, കൽക്കരി മന്ത്രാലയം, പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം എന്നിവയുടെ കീഴിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യ പവലിയനിൽ പങ്കെടുക്കുന്നുണ്ട്. യുക്രൈനിലെ ഇന്ത്യൻ അംബാസഡർ ഹരീഷ് ജെയിൻ യുക്രൈനിന്റെ പുതിയ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായി കീവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുക്രൈൻ ഉഭയകക്ഷി ബന്ധവും പരസ്പര താൽപര്യമുള്ള മറ്റ് വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. യുക്രൈനിന് ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനാർത്ഥം നേപ്പാളിലെത്തി. നേപ്പാൾ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേക വിമാനത്തിൽ കാഠ്മണ്ഡുവിൽ എത്തിയ അമീറിന് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആചാരപൂർവ്വമായ വരവേൽപ്പ് നൽകി. ബംഗ്ലാദേശ് സന്ദർശനം പൂർത്തിയാക്കിയാണ് ഖത്തർ അമീർ നേപ്പാളിലെത്തിയത്. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഖത്തർ അമീർ പങ്കെടുത്തു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 6 വിക്കറ്റ് ജയം. 211 റൺ വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ ലക്നൌ 3 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺ എടുത്തിരുന്നു. ലക്നൌവിന് വേണ്ടി മാർക്കസ് സ്റ്റോയിനിസും ചെന്നൈയ്ക്ക് വേണ്ടി ഋതുരാജ് ഗെയ്ക്വാദും സെഞ്ചുറി നേടി. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30-ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2024-ലെ ലോക അത്ലറ്റിക്സ് റിലേസിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മെയ് 4-5 തീയതികളിൽ ബഹാമസിലെ നാസുവിലാണ് പാരീസ് ഒളിമ്പിക്സിന്റെ യോഗ്യത ഉറപ്പാക്കുന്ന ലോക അത്ലറ്റിക് റിലേ ചാമ്പ്യൻഷിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 15ഓളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 9 വിമാനങ്ങൾ ജയ്പൂരിലേക്കും 2 വീതം അമൃത്സറിലേക്കും ലഖ്നൌവിലേക്കുമാണ് വഴിതിരിച്ചത്. ഓരോ വിമാനങ്ങൾ മുംബൈയിലും ചണ്ഡീഗഡിലും യാത്ര അവസാനിപ്പിച്ചു. ഇന്നലെ വൈകിട്ടോടെ ഡൽഹിയിലെ പല ഭാഗത്തും മഴ ലഭിച്ചതോടെയാണ് കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടായത്. ഉയർന്ന താപനില 36.8 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. തലസ്ഥാന നഗരിയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റുമുണ്ടായി. ആധാർ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ച് എല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായും പണമിടപാട് നടത്തിയിരിക്കണമെന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മാസത്തിലൊരിക്കൽ ആധാർ വഴിയുള്ള പണമിടപാട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർബന്ധമാക്കിയെന്ന വാർത്ത വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം തുടരുന്നു. ഡെറാഡൂണിൽ ദേശീയ ഫോറസ്റ്റ് അക്കാദമിയിൽ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പ്രചാരണം കൊഴുപ്പിക്കാൻ ഇന്ന് സംസ്ഥാനത്ത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ EVM-കളിൽ രേഖപ്പെടുത്തുന്ന 100% വോട്ടുകളും സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.